ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് മീൻ പറ്റിച്ചതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് എളുപ്പത്തിലൊരു മീൻ പറ്റിച്ചുണ്ടാക്കിയാൽ നോക്കിയാലോ. അപ്പോൾ നമ്മൾ ഇന്ന് അവിടെ എടുത്തിരിക്കുന്നത് മത്തിയാണ്. നമുക്ക് ഏത് മീൻ മീനാണെങ്കിലും നമുക്കിങ്ങനെ പറ്റിച്ചെടുക്കാം. അപ്പോൾ നമുക്കതിന് വേണ്ടിയിട്ട് സാധനങ്ങൾ കാന്താരി വേണം, അതുപോലെ തന്നെ കൊച്ചുള്ളി വേണം, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, കൊടംപുളി, പിന്നെ നമുക്ക് ഒരു തേങ്ങ മുറി തിരുമിയത് വേണം. അതിൻ്റെ കൂടെ നമ്മൾ മഞ്ഞൾപ്പൊടിയും കൂടി എടുത്തിട്ടുണ്ട്, അത് നമുക്ക് വേണം. നമുക്ക് ആദ്യം മിക്സ് എല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കാം. നമ്മളൊരു ജാറിലേക്ക് നമുക്ക് കുറച്ച് ചുമന്നുള്ളി, അതുപോലെ തന്നെ വെളുത്തുള്ളി, ഇഞ്ചി, കാന്താരി, അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ചിരകി വെച്ചിരിക്കുന്ന തേങ്ങയും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് അതും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് നല്ലതുപോലെ ചതച്ചെടുക്കാം. ഒന്നൊന്ന് കറക്കിയെടുത്താൽ മതി. നമ്മൾ മിക്സിയിലാകുമ്പോൾ ഒറ്റ കറക്കിനെടുക്കുക. നമുക്ക് അരകല്ലിലാകുമ്പോൾ ഒന്ന് ചതച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ മിക്സ് ഇതുപോലെ നല്ലതായിട്ട് ചതച്ചെടുക്കണം. ഈ മിക്സ് നമ്മളൊരു പാത്രത്തിലേക്ക്, നമ്മൾ ഏത് പാത്രത്തിലാണ് മീൻ വെക്കുന്ന ചട്ടിയിലാണ്, ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്ക് പാനാണ് എടുത്തിരിക്കുന്നത്, ഒരു കുഴിയൻ പാത്രം. നമ്മളതിലേക്ക് മീൻ ഇട്ട് കൊടുത്ത്, നല്ല കഴുകി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മീനാണ്. മീൻ ഇട്ട് കൊടുത്ത് നമ്മുടെ ഈ മിക്സും കൂടി ഇട്ട് കൊടുത്ത് അതിൻ്റെ മണ്ടക്കോട്ട് 2 തണ്ട് കറിവേപ്പിലയും പിന്നെ നമ്മുടെ കുടംപുളി, കഴുകി വെച്ചിരിക്കുന്നതാണ് കുടംപുളി ഇട്ട് കൊടുത്ത് നമുക്ക് ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പും അതുപോലെ തന്നെ നമുക്ക് ഈ സമയത്ത് തന്നെ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കുക. നല്ലതായിട്ട് ഒന്ന് വെള്ളം, നമുക്കൊരു 2-3 കപ്പ് വെള്ളം മതിയാവും. നമ്മൾ ആ മിക്സി ഒന്ന് അരച്ച മിക്സിയിലെ ജാറൊന്ന് കഴുകി ആ വെള്ളം വെച്ച് നമ്മളൊരു 3 കപ്പ് വെള്ളം മതിയാവും. നമുക്ക് ആ മത്തി എത്രയാണോ എടുത്തിരിക്കുന്നത് അതൊന്ന് മുങ്ങിക്കിടക്കാൻ പാകത്തിന്. എന്നിട്ട് നമുക്ക് ആ ഉപ്പും ഒക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നല്ലതുപോലെ നമുക്കൊന്ന് ഇളക്കി ഇനി വേണം നമുക്ക് ഗ്യാസ് കത്തിച്ച് അത് അടുപ്പിൽ വെക്കാൻ. ഇത്രയും നേരം നമ്മൾ ഗ്യാസ് ഒന്നും കത്തിക്കാതെയാണ് ഇത്രയും മിക്സ് ചെയ്ത് വെച്ച് നമുക്ക് ഗ്യാസ് കത്തിച്ച് അടച്ചു വെക്കാം. ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഇതുപോലെ നന്നായിട്ട് നമുക്കത് തിളച്ച് കിട്ടും. ആ തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ നല്ലതുപോലെ, ഇന്നിപ്പോൾ ഞാൻ ഇച്ചിരി ചാറായിട്ട് എടുത്തിട്ടുണ്ട്, നമുക്ക് നല്ലതായിട്ട് പീര മതിയെന്നുണ്ടെങ്കിൽ വറ്റിച്ചെടുക്കാം. നമ്മൾ അതിലേക്ക് നല്ല വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നും കൂടി നമ്മുടെ മീനൊന്നും പൊട്ടാതെ ഒന്നും കൂടി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അത് കുറച്ച് ചാറ് കിടപ്പുണ്ട്. നമുക്ക് ചാറില്ലാതെ, ഞാൻ പറഞ്ഞല്ലോ, ചാറില്ലാതെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയും ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല പീര പോലെ പറ്റിച്ച് കൊടുക്കാം. ഭയങ്കര സിമ്പിളാണ്. നമുക്കൊന്നുകൂടെ ഒന്ന് തിളപ്പിക്കാൻ വെക്കണം. അപ്പോൾ ഭയങ്കര സിമ്പിളാണ്, ഭയങ്കര എളുപ്പമാണ് ഉണ്ടാക്കാൻ, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ സ്പെഷ്യൽ ഇവിടെ മീൻ പറ്റിച്ചതായിരുന്നു. അപ്പം ഇതിന് ശേഷം നമ്മളൊന്ന് ഉപ്പൊക്കെ ഒന്ന് നോക്കി അതിൻ്റെ പാകത്തിനൊന്നിട്ട് കൊടുക്കുകയൊക്കെ ചെയ്യാം ഈ സമയത്ത്. എന്നിട്ട് നമുക്ക് കുറച്ച് സമയം അടച്ചു വെച്ച് കഴിഞ്ഞ് നമുക്ക് നല്ല ചോറിൻ്റെ കൂടെയോ ഒക്കെ നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഭയങ്കര സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. 10-15 മിനിറ്റിനുള്ളിൽ നമുക്ക് ഉണ്ടാക്കുകയും ചെയ്യാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ പറയണം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, ബൈ.